ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമ്മെ ഉയർത്തുന്ന ദൈവമാണ്, നമ്മെ മാനിക്കുന്ന ദൈവമാണ്. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ മാനിക്കും. കർത്താവിൻ്റെ ശിഷ്യന്മാർ ചിലപ്പോഴൊക്കെ സംസാരിച്ചൊരു വിഷയമാണത്, തർക്കിച്ചൊരു വിഷയമാണ്. തങ്ങളിൽ ആരാണ് വലിയവൻ? സെബദി പുത്രന്മാരുടെ അമ്മ കർത്താവിനോട് പറഞ്ഞു, അവിടുന്ന് രാജാവാകുമ്പോൾ അങ്ങയുടെ ഇടത്തും വലത്തും എൻ്റെ മക്കളെ ഇരുത്തണം എന്ന് പറഞ്ഞു. നാം എല്ലാവരും ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ്, മാന്യത ആഗ്രഹിക്കുന്നവരാണ്. ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകണം, മുൻപോട്ട് ചലിക്കണം, ബ്ലസ്ഡ് ആകണം എന്നാഗ്രഹിക്കാത്ത ആരാണുള്ളത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ്. ഈ മർമ്മങ്ങൾ ഗ്രഹിക്കണം. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വചനങ്ങൾ. യേശു പറഞ്ഞു, ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിച്ച് മനുഷ്യരെ അങ്ങനെ പഠിപ്പിച്ചാൽ സ്വർഗരാജ്യം വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്താൽ മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത് പോലെയൊക്കെ പഠിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്താൽ ഇവിടെ വലിയവരാകാം. വചനത്തെ അഴിച്ച് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് കർണരസമാകുമാറ് ജനത്തെ സന്തോഷിപ്പിക്കുന്ന നിലയിലൊക്കെ സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ വലിയവരാകാം. എന്നാൽ യേശു പറഞ്ഞു, സ്വർഗരാജ്യം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത്, കഷ്ടപ്പെട്ടത് എന്തിനാണ്? രാജ്യം സ്ഥാപിക്കാനാണ്. നമ്മെ എല്ലാവരെയും ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാനാണ്, അല്ലേ? നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം വരുന്നുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് യേശു സംസാരിച്ച്. നാം ഈ കാണുന്നതെല്ലാം താൽക്കാലികമല്ലേ? സഭാപ്രസംഗി പറഞ്ഞു, ശലോമോൻ പറഞ്ഞു, കാണുന്നത് മുഴുവൻ മായയാണ്. ഇവിടെ വലിയ മാന്യത കിട്ടുന്നതും കസേര കിട്ടുന്നതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. അല്പനേരത്തേക്ക് ഒരു സന്തോഷം എന്നതുപോലെ ഒക്കെ നമുക്കൊരു തോന്നലുകൾ ലഭിച്ചേക്കാം. പക്ഷെ അതിനൊന്നും വലിയ ആയുസ്സില്ല എന്ന് നാം തിരിച്ചറിയണം, അല്ലേ? ഇവിടെ നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് നിത്യമല്ല. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം, സ്വർഗരാജ്യം വരുന്നുണ്ട്. ആ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഞാൻ പറയാം. അവിടെ വലിയവനാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവനെ വലിയവനാക്കും. സ്വർഗരാജ്യത്തിൽ ഞാൻ മാന്യതകൾ കൊടുക്കും. ആർക്കാണെന്നറിയാമോ? എൻ്റെ കൽപ്പനകളിൽ നിങ്ങൾ ഒന്നുപോലും കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതങ്ങനെ തന്നെ ആചരിക്കുകയും അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും.
നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതെന്ന് തോന്നുന്ന, നിങ്ങൾക്കത്ര ഗൗരവമല്ലാത്ത ചില കൽപ്പനകളൊക്കെ അഴിച്ച് അതിൻ്റെ മുൻപിൽ കണ്ണടച്ച് മാറ്റിവെച്ച് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് മനുഷ്യരെ പഠിപ്പിച്ചാൽ സ്വർഗരാജ്യം വരുന്നുണ്ട്. അവിടെ നിങ്ങൾ ഏറ്റവും ചെറിയവനായിരിക്കും, ഏറ്റവും ചെറിയവനായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം വലുതാണ്. അതങ്ങനെ തന്നെ ആചരിക്കേണ്ടതിന് ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുകയാണ്. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കാം, അവൻ്റെ കൽപ്പനകളെ അങ്ങനെ തന്നെ ആചരിക്കുകയും അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യാം. സ്വർഗരാജ്യം വരുന്നുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.